പാലസ്തീനിൽ വിദ്യാലയങ്ങൾ അവധിക്കാലത്തിന് ശേഷം ആരംഭിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. 2007 സെപ്റ്റംബറിലെ ആദ്യ ദിനങ്ങളിലൊന്നിൽ അവിടുത്തെ പ്രധാന പട്ടണമായ റാമല്ലയിലെ സമീഹ ഖലീൽ ഹൈസ്കൂളിലെ 2ാം ക്ലാസ്സിലേക്ക് ഒരു അധ്യാപിക കടന്നു ചെല്ലുകയാണ്. പ്രൈമറി അധ്യാപിക എന്ന നിലയിലുള്ള അവളുടെ ഔദ്യോഗിക ജീവിതത്തിന്റെ ആദ്യ ദിനമായിരുന്നു അത്. 2ാം ഇൻതിഫാദ എന്ന രക്തരൂഷിത കലാപം അടിച്ചമർത്തപ്പെട്ടുവെങ്കിലും അതിന്റെ ഭീതിയും ഭീകരതയും ഒപ്പം വേതനം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് അധ്യാപകർ നടത്തിയ പണിമുടക്കിന്റെ നിശ്ചലതയും പരിസരമെങ്ങും അപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അത്തരം സാഹചര്യങ്ങളിൽ നിന്നും കടന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സുകളിലും അക്രമവും പരിഭ്രാന്തിയും ഇടം പിടിച്ചിരുന്നു. ശ്രദ്ധയോടെ അവരെ ക്ലാസ്സിലിരുത്താനുള്ള ടീച്ചറുടെ പരിശ്രമങ്ങളെല്ലാം വൃഥാവിലായി. അതിനിടയിലാണ് ഒരു ആൺകുട്ടി തന്റെ ഷൂ എടുത്ത് ടീച്ചർക്ക് നേരെ എറിഞ്ഞത്. അത് കൃത്യമായി ടീച്ചറുടെ മുഖത്ത് തന്നെ പതിക്കുകയും ചെയ്തു. ഒരു വലിയ ശകാരമോ ക്ലാസ്സിൽ നിന്നുള്ള പുറത്താക്കലോ പ്രിൻസിപ്പാലിന്റെ മുറിയിലേക്കുള്ള പറഞ്ഞയക്കലോ പ്രതീക്ഷിച്ച അവനും ബാക്കിയുള്ള വിദ്യാർത്ഥികളും ടീച്ചറുടെ മുഖത്തേക്ക് നോക്കി ഇരിക്കുമ്പോഴാണ് തന്റെ മേൽ പതിച്ച ഷൂവിനെ ഒരു കൈയിലും തന്റെ തന്നെ ഒരു ഷൂ മറു കൈയിലും പിടിച്ച് ആ ടീച്ചർ ഒരു പാവക്കളി ആരംഭിച്ചത്. ആ പാവക്കൂത്തിനൊടുവിൽ ക്ലാസ്സിൽ കളിച്ചിരികൾ നിറഞ്ഞു. ഷൂ എറിഞ്ഞ വിദ്യാർത്ഥി ടീച്ചറുമായി കുശലം പറഞ്ഞു. ട്രോമകളാൽ തകർന്ന കുഞ്ഞുങ്ങളെ വീണ്ടെടുക്കേണ്ടത് എങ്ങനെയെന്ന് ചിന്തിക്കുമ്പോൾ യുദ്ധഭൂമികളിൽ കഴിയുകയും അഭയാർത്ഥികളായി അന്യദേശങ്ങളിൽ പാർക്കുകയും ചെയ്യുന്ന കുരുന്നുകൾക്ക് അറിവും അഭയവും നൽകേണ്ട രീതികൾ ഏവയെന്ന് പഠനം നടത്തുമ്പോൾ ക്ലാസ് മുറി എന്ന ഇത്തിരി ഇടത്തിലെ ഇടപെടലുകളിലൂടെ അധ്യാപകർ ലോകത്തെ സ്വാധീനിച്ചത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഓർമ്മകളിൽ ഒരു ഇടം നൽകേണ്ട അധ്യാപികയാണ് 2016 ഗ്ലോബൽ ടീച്ചർ പ്രൈസ് കരസ്ഥമാക്കിയ ഹനാൻ അൽ ഹെറൂബ്.